ഹായ് എവരി വൺ. കഴിഞ്ഞ കുറച്ച് വീഡിയോസുകളായിട്ട് നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 ഡിഫ്രാക്ഷനിലെ കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ആ ഒരു സീരീസിലെ ഡിഫ്രാക്ഷൻ എന്ന സീരീസിന്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഡിറ്റർമിനേഷൻ ഓഫ് വേവ്ലെങ്ത് യൂസിങ് ഗ്രേറ്റിംഗ്. നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ ഒരു സോഴ്സിന്റെ വേവ്ലെങ്ത് ഗ്രേറ്റിംഗ് യൂസ് ചെയ്തിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആദ്യമേ പറഞ്ഞോട്ടെ, ഈ ഒരു ടോപ്പിക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്സിൽ മെയിൻ ആയിക്കോട്ടെ കോംപ്ലിമെന്ററി ആയിക്കോട്ടെ നമുക്ക് ഏതെങ്കിലും സെമസ്റ്ററിലെങ്കിലും പഠിക്കാനുണ്ടാവും. അതിന്റെ തിയറിയും പഠിക്കാനുണ്ട്, പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. ഇത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഈ വീഡിയോ മുഴുവനും കാണാം. ദെൻ നമുക്ക് വീഡിയോസിലോട്ട് പോവാം. ഗ്രേറ്റിംഗ് സ്പെക്ട്രം ഓഫ് എ ഗിവൺ സോഴ്സ് ഓഫ് ലൈറ്റ് ക്യാൻ ബി ഒബ്ടൈൻഡ് ബൈ യൂസിങ് എ സ്പെക്ട്രോമീറ്റർ. നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്യുപ്മെന്റ് ആവശ്യമാണ്, വിച്ച് ഈസ് കോൾഡ് സ്പെക്ട്രോമീറ്റർ. സ്പെക്ട്രോമീറ്റർ ഇതുവരെ കണ്ട് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മൾ അതിൽ 4 പാർട്സ് ആണ് മെയിൻലി പറയുന്നത്. ഫസ്റ്റ് വൺ കൊളിമേറ്റർ, സെക്കൻഡ് വൺ ടെലസ്കോപ്പ്, തേർഡ് വൺ വെർനിയർ ടേബിൾ ആൻഡ് ഫോർത്ത് വൺ ഗ്രേറ്റിംഗ് ഓർ പ്രിസം ടേബിൾ. പല എക്സ്പെരിമെന്റ്സും നമ്മൾ സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ചിലതിൽ ഗ്രേറ്റിംഗ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്, ചിലത് എന്താവും നമ്മൾ പ്രിസം വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ പ്രിസം ആണ് ഗ്രേറ്റിംഗ് ആണ് വെക്കുന്നതിനനുസരിച്ച് ഈ ടേബിളിന് നമ്മൾ പ്രിസം ടേബിൾ എന്നും വെർനിയർ ടേബിൾ എന്നും മാറി വിളിക്കാറുണ്ട്. ദെൻ കൊളിമേറ്ററിന്റെ ഫ്രണ്ടിലായിട്ട് ലൈറ്റ് സോഴ്സ് വെക്കാറുള്ളത് ഇൻ ടൈപ്പ് ഓഫ് എ ബോക്സ്. ഒരു ബോക്സിന്റെ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലൈറ്റ് സോഴ്സിന് പ്ലേസ് ചെയ്യുന്നത്. ഇത്ര മാത്രം ബേസ് ആയിട്ട് മനസ്സിലാക്കുക. ദെൻ വെർനിയർ ടേബിളിൽ 2 ഗ്ലാസ് പോർഷൻസ് കാണുന്നുണ്ട്. ഈ ഗ്ലാസ് പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് കമ്മിങ് സ്ലൈഡിൽ നോക്കാം. ഏതൊരു സ്പെക്ട്രോമീറ്റർ ഏതൊരു എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് പ്രിലിമിനറി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. അതിനാദ്യം വേണ്ടത് സ്ലിറ്റ് ഈസ് മെയ്ഡ് നാരോ. കൊളിമേറ്ററിൽ സ്ലിറ്റ്, അറ്റത്തിൽ സ്ലിറ്റ് ഉണ്ട്. ഈ സ്ലിറ്റിനെ ഏറ്റവും നാരോ ആക്കുന്നതിലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. സെക്കൻഡ് വൺ ടെലസ്കോപ്പ് ഈസ് ബ്രോട്ട് ഇൻ ലൈൻ വിത്ത് കൊളിമേറ്റർ. നമ്മൾ കൊളിമേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാം, ടെലസ്കോപ്പ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാരണം ലൈറ്റ് സോഴ്സ് ഇവിടെ കിടക്കുന്നത് സ്ലിറ്റ് കൂടെ വന്നിട്ട് കൊളിമേറ്ററിൽ എത്തുന്നു. ദെൻ കൊളിമേറ്ററിൽ എത്തിയിട്ട് ഇവിടെ പ്രിസം ആണോ ഗ്രേറ്റിംഗ് ആണോ വെച്ചാൽ അതിൽ കൂടെ തട്ടിയിട്ട് നേരെ എന്തിലേക്ക് വരണം, ടെലസ്കോപ്പ് കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വരുന്ന ടെലസ്കോപ്പ് എന്ത് ചെയ്യണം, ഇതിന്റെ നേരെ ആയി കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ലൈൻ ആക്കി മാറ്റുക. Then third one, leveling of prism or grating table is adjusted by using a spirit level. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ പ്രിസം അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ടേബിൾ എന്താണ് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് കാൾഡ് സ്പിരിറ്റ് ലെവൽ അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിന് കൺസ്ട്രക്ഷൻസ് വർക്കിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഗ്രേറ്റിംഗ് ടേബിൾ അല്ലെങ്കിൽ പ്രിസം ടേബിളിനെ ലെവൽ ചെയ്യണം. അപ്പോൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ഈക്വലി ഗ്രൗണ്ടിൽ നിന്ന് ഇതിലെ ഓരോ പോയിന്റ് ഈക്വലി ഹൈറ്റിലേക്കാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലേ കറക്റ്റ് റീഡിങ് കിട്ടുള്ളൂ. Then fourth step, Vernier table is adjusted such that Vernier 1 is 0, 0 and Vernier 2 is 0, 180 and Vernier table is then clamped. അതായത് നമ്മൾ ഇതാണ് സ്പെക്ട്രോമീറ്ററിന്റെ ഫിഗർ. ഈ ഫിഗറിൽ നിങ്ങൾക്ക് 2 ഗ്ലാസ് പോർഷൻസ് കാണാൻ പറ്റും. ഈ ഗ്ലാസ് പോർഷൻസിന്റെ എൻലാർജ്ഡ് വേർഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഗ്ലാസ് പോർഷൻസിൽ 2 സ്കെയിൽ ഉണ്ട്. വൺസ് മോർ, വെർനിയർ ടേബിളിൽ 2 ഗ്ലാസ് പോർഷൻസ് ഉണ്ട്. അതിൽ ഓരോ ഗ്ലാസ് പോർഷൻസിലും 2 സ്കെയിൽ ഓഫ് ടൈപ്പ് ഓഫ് റീഡിംഗ് ഉണ്ട്. നിങ്ങൾ +2 പരിചയപ്പെട്ടിട്ടുണ്ടാകുന്ന എക്യുപ്മെന്റ് ഉണ്ട്, വെർനിയർ കാലിപ്പേഴ്സ്. അതിൽ എന്തുണ്ട്, MSR ഉണ്ട്, VSR ഉണ്ട്. സ്പെക്ട്രോമീറ്ററും അതുപോലത്തെ ഒരു എക്യുപ്മെന്റ് ആണ്. അതിൽ MSR ഉണ്ട്, കൂടെ VSR ഉണ്ട്. MSR എങ്ങനെയാണ് 0 മുതൽ 360 ഡിഗ്രി വരെ അതിന്റെ റീഡിങ്സ് പോണത്. ദെൻ VSRനെ സംബന്ധിച്ച് 0 to 30 ഡിവിഷൻസ് വരെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഒരു എക്യുപ്മെന്റ് ആണ് സ്പെക്ട്രോമീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ MSRനെയും VSRനെയും 2 ഗ്ലാസ് പോർഷൻസ് കൂടിയും കാണാൻ പറ്റും. ഇപ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം. അതായത് ആദ്യം എന്ത് ചെയ്യാണ്, ഇവിടെ 0 ഡിഗ്രി ആണ്. ദെൻ ഹിയർ ഈസ് 180 ഡിഗ്രി ആണ്. ഇതാണ് നമ്മുടെ MSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ VSR സ്കെയിൽ കിടക്കുന്നത് 0 to 30 ഡിവിഷൻസ് വരെ. ഇവിടെയും 0 to 30 ഡിവിഷൻസ് വരെയും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ 0 മുതൽ 10, 20, 30, 40 അങ്ങനെ പോന്നിട്ട് 180 ഡിവിഷൻസ് വരെ എത്തി. ദെൻ ഇവിടെ വന്നിട്ട് 270, 180 കഴിഞ്ഞിട്ട് 190, 200, 210, 220 പോന്നിട്ട് 270, 280, 300 എത്തിയിട്ട് ദെൻ 360 ഡിഗ്രി ആകുമ്പോൾ എന്താകും, ഇറ്റ് വിൽ ബി ന്യൂമറിക്കലി ഈക്വൽ ടു അല്ലെങ്കിൽ ഡിവിഷനിൽ ഈക്വൽ ടു 0 ഡിഗ്രി തന്നെ ആവും. അപ്പോൾ ഈ 0 ഡിഗ്രി എന്ന് പറയുന്നതും 360 ഡിഗ്രി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. നമ്മളൊരു മാത്സിലൊക്കെ ട്രിഗ്നോമെട്രിക് പോർഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാകും. ഒരു കംപ്ലീറ്റ് സർക്കിളിലുള്ള 0 ഡിഗ്രി എന്ത് തന്നെയാണ്, 360 ഡിഗ്രിക്ക് ഇക്വാലന്റ് ആണ്.
ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ, ഈ രണ്ട് സ്കെയിലും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇതിനെ വെർനിയർ 1 എന്നും ഈ വെർനിയറിനെ ഇതിനെ 2 എന്നും വിളിക്കുകയാണെങ്കിൽ ആകെ കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. വെർനിയർ 1-ൽ 0, 0 തമ്മിൽ എന്ത് ചെയ്യണം? കോയിൻസൈഡ് ചെയ്യണം. വെർനിയർ 2-ലെ 0, 180 തമ്മിൽ കോയിൻസൈഡ് ചെയ്യണം. ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് ഏത് സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്യാനും ആവശ്യമുള്ളത്. ഓക്കെ, ദെൻ നൗ ടു ഡിറ്റർമൈൻ ദ വേവ് ലെങ്ത്. നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ സോഴ്സിൻ്റെ വേവ് ലെങ്ത് ഗ്രേറ്റിങ്ങും സ്പെക്ട്രോമീറ്ററും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഗ്രേറ്റിംഗ് ഈസ് മൗണ്ടഡ് ഓൺ ദ ഗ്രേറ്റിംഗ് ടേബിൾ വിച്ച് ഈസ് റൂൾഡ് സർഫസ് ഫേസിംഗ് ദ കൊളിമേറ്റർ. കൊളിമേറ്ററിന് അഭിമുഖമായിട്ട് വരുന്ന രീതിയിൽ ഗ്രേറ്റിംഗിൻ്റെ റൂൾഡ് സർഫസ് എത്തിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് വൺ, ടെലസ്കോപ്പ് ഈസ് അൺക്ലാംപ്ഡ് ആൻഡ് റൊട്ടേറ്റഡ് എക്സാക്ട്ലി ത്രൂ 90 ഡിഗ്രി ആൻഡ് ദെൻ ക്ലാംപ്ഡ്. അതായത് ഇതാണ് നമ്മുടെ കൊളിമേറ്റർ. ദെൻ ഇവിടെ നമ്മൾ ഗ്രേറ്റിംഗ് എലമെൻറ്റും വെച്ചു. ദെൻ ടെലസ്കോപ്പ് ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെയാണ്, ഇൻ ലൈൻ വിത്ത് കൊളിമേറ്റർ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഈ ഒരു സെറ്റപ്പ് മാറ്റിയിട്ട് ടെലസ്കോപ്പിനെ അങ്ങോട്ട് തിരിക്കണം. 90 ഡിഗ്രി മാറ്റിയിട്ട് റൈറ്റിലോട്ട് നമ്മൾ തിരിച്ചു സപ്പോസ് ചെയ്യാം. അപ്പോൾ ടെലസ്കോപ്പിൻ്റെ ഇപ്പോൾ കറണ്ട് പോയിന്റ് എവിടെയാ? 90 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, ദെൻ the grating table alone is rotated so that reflected image of it coincide with the point of intersection of cross wires. അതായത് നമ്മൾ ആദ്യം വരച്ച ഫിഗറിൽ നമുക്ക് ഇൻ ലൈൻ ആയതുകൊണ്ട് തന്നെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റിംഗ് കൂടെ പാസ് ചെയ്തിട്ട് ടെലസ്കോപ്പ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 90 ഡിഗ്രി ടെലസ്കോപ്പ് തിരിച്ചപ്പോൾ ഗ്രേറ്റിംഗിൽ നിന്ന് വരുന്ന ലൈൻസിനെ ടെലസ്കോപ്പ് കൂടെ ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല, കാരണം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്ത് വേണം? നമ്മുടെ ഗ്രേറ്റിംഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ? ഗ്രേറ്റിംഗ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റിംഗ് നിൽക്കുന്ന സ്റ്റാൻഡാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രേറ്റിങ്ങിനെ പിടിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ രീതിയിലാക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പോർഷൻസ് ഇതാണെങ്കിൽ രണ്ടാമത്തെ ഉണ്ടായിരുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ ഗ്രേറ്റിംഗ് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിഫ്ലക്റ്റഡ് ഇമേജ് എന്ത് ചെയ്യും? നമ്മുടെ ടെലസ്കോപ്പിൽ വന്ന് വീഴും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെറ്റപ്പാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്തത് നമ്മൾ ഗ്രേറ്റിംഗ് മൗണ്ട് ചെയ്തു. രണ്ടാമത് ചെയ്തത് ഇൻലൈൻ വിത്ത് ടെലസ്കോപ്പ് എന്നുള്ളത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് വെച്ചു. ദെൻ അതിനുശേഷം ഈ ഗ്രേറ്റിംഗ് എലമെന്റ് നിൽക്കുന്ന ആ സ്റ്റാൻഡ് ഗ്രേറ്റിംഗ് ടേബിളിനെ തിരിച്ചിട്ട് അതിൽ വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് കൊളിമേറ്ററിൽ വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് ടെലസ്കോപ്പ് എത്തുന്ന രീതിയിൽ അതിൻ്റെ ഡയറക്ഷൻസ് വെച്ചു. ഓക്കെ, നൗ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 45 ഡിഗ്രി. ഈ ഒരു ഫിഗർ ഒന്നുകൂടി ഭംഗിയുള്ള രീതിയിലാണ് ഈ കാണിച്ചിട്ടുള്ളത്. കൊളിമേറ്ററിൽ കൂടി ലൈറ്റ് വന്നു, ഗ്രേറ്റിംഗിൽ തട്ടി നേരെ വന്നിട്ട് ടെലസ്കോപ്പ് കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദെൻ ഇങ്ങനത്തെ സ്റ്റേജിൽ നിന്ന് നമ്മൾ അടുത്തായിട്ട് തിരിക്കാൻ പോകുന്നത് വെർനിയർ ടേബിളിനെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രസന്റ് ടേബിൾ തിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെർനിയർ ടേബിളിന് യാതൊരു മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ വെർനിയർ ടേബിൾ തിരിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് ടേബിളിന് അതുപോലെ വെർനിയർ ടേബിൾ എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലാണോ തിരിയുന്നത് അതേ ഡയറക്ഷനിൽ ആര് തിരിയും? പ്രിസം അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ടേബിൾ തിരിയും. കാരണം വെർനിയർ ടേബിളിന്റെ മുകളിലാണ് ആര് കിടക്കുന്നത്? പ്രിസം അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് സ്റ്റാൻഡ് കിടക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇതിലും ഉണ്ടാകും. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ the Vernier table is now unclamped and rotated exactly through 45 degrees in such a direction that the ruled surface of grating faces the collimator, and the Vernier table is then clamped and grating is now in normal incidence positions. അതായത് ഇങ്ങനത്തെ സ്റ്റേജിൽ നിന്ന് നേരെ എന്ത് ചെയ്യും? നമ്മൾ കൊളിമേറ്റർ ഇവിടെ ഉണ്ട്, ഗ്രേറ്റിംഗ് ടെലസ്കോപ്പ് ഇവിടെയുണ്ട്. ദെൻ ഇതിൽ നിന്ന് ഗ്രേറ്റിംഗ് ഇപ്പോൾ ഇങ്ങനെ ആയിരുന്നു, അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഗ്രേറ്റിംഗ് ടേബിളിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ആക്കുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ലൈറ്റും ഈ കൊളിമേറ്ററും ഗ്രേറ്റിംഗും കറക്റ്റ് നോർമൽ ഇൻസിഡൻസ് ആണ് വരിക, കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. സോ ഇറ്റ് ഈസ് കാൾഡ് നോർമൽ ഇൻസിഡൻസ്. ദെൻ ഒബ്സർവേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ടെലസ്കോപ്പിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടിനെ കൊണ്ടുവന്നിട്ടാണ് റീഡിങ് എടുക്കുന്നത്. ഓക്കെ, then observations and tabulations bring telescope to first order maximum of left and not readings. നമുക്കൊരു കൊളിമേറ്റർ, സോഴ്സ് ഓഫ് ലൈറ്റ്, കൊളിമേറ്റർ, ഗ്രേറ്റിംഗ് ആൻഡ് ടെലസ്കോപ്പ്, ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് നമ്മൾ അറിയാലോ. വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ എന്തുണ്ടാവും? വൈറ്റ് ലൈറ്റ് തന്നെ ഉണ്ടാവുക. ദെൻ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്തുണ്ടാവും? ഡിഫറെന്റ് ഓർഡേഴ്സിൽ ഡിഫറെന്റ് കളേഴ്സ്, നമുക്ക് 7 കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ n=1, 2 എന്ന് പറയുന്ന ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവും, ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടാവും. അപ്പോൾ ആ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലുള്ള ആ n=1 ഓർഡറിൻ്റെ
ആദ്യത്തെ കാറിലോട്ട് ടെലസ്കോപ്പ് കൊണ്ടുവെക്കുക, ദെൻ റീഡിങ്സ് ഒബ്റ്റൈൻ ചെയ്യുക, ദെൻ എന്ത് ചെയ്യുന്നു പിന്നെ റൈറ്റിലേക്ക് കൊണ്ടുപോകുക, ദെൻ അതേ സെയിം കളർ, ഫോർ എക്സാമ്പിൾ നമ്മൾ ലെഫ്റ്റിൽ വയലറ്റ് കളറാണ് റീഡിംഗ് എടുത്തതെങ്കിൽ തൊട്ട് റൈറ്റിൽ എന്ത് ചെയ്യുക വയലറ്റ് കളറിൻ്റെ റീഡിങ്സ് എടുക്കുക. ദെൻ ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഈ റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2θ ആണ് കിട്ടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സെൻട്രൽ ഇമേജും ഇതൊരു ഓർഡറൊക്കെ ആണ്, ദിസ് ഈസ് ആംഗിൾ തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇതും ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് മൈനസ് ഈ റീഡിങ് ചെയ്താൽ എന്തുണ്ടാവും, 2θ നമുക്ക് കിട്ടുക. ദെൻ 2θ കിട്ടിയിട്ട് അതിൽ എന്ത് ചെയ്യുക, തീറ്റ കണ്ടെത്തുക. ആ തീറ്റ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേറ്റിംഗ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സൈൻ തീറ്റ കണ്ടെത്തുക. ദെൻ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആൻഡ് സ്മോൾ n, ഏത് ഓർഡർ വെച്ചാൽ കൊടുക്കുക. ദെൻ നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അത് ഓരോ ഗ്രേറ്റിങ്ങിനും ഓരോ വാല്യൂ ആണ്. നമുക്കത് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. അതെടുത്തിട്ട് എന്ത് ചെയ്യാം, വേവ് ലെങ്ത് ലാംഡ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയാണ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ദെൻ നമ്മളിത് സെക്കൻഡ് ഓർഡറിന് റിപ്പീറ്റ് ചെയ്യുന്നു. ലാംഡ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ n. ഇവിടെ ആകുമ്പോൾ സ്മോൾ n ഓർഡർ 2 ആയിരിക്കും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് വൈറ്റ് ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യാൻ ഒരുപാട് കളേഴ്സ് ഓരോ ഓർഡറിലും ഉണ്ടാവും. അപ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ കഴിയും. ദെൻ നമുക്കറിയാലോ ഒബ്സർവേഷൻസ് എപ്പോഴും നമ്മൾ ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല കിടക്കുന്നത്, ഒന്നിൽ കൂടുതൽ വാല്യൂസ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ മീൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആവറേജ് വേവ് ലെങ്ത് ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെക്ട്രോമീറ്ററും ഗ്രേറ്റിംഗ് എലമെന്റ് യൂസ് ചെയ്തിട്ട് വേവ് ലെങ്ത് ഓഫ് എ ലൈറ്റ്. അപ്പോൾ ഗ്രേറ്റിംഗ് എന്ന ടോപ്പിക് ഇത്ര തന്നെ ഉള്ളൂ. ദെൻ ഇതോടുകൂടി നമ്മൾ ഈ ഒരു മൊഡ്യൂൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പൊതുവെ SS ചോദിക്കാറുണ്ട്. അത് ചിലപ്പോൾ ഗ്രേറ്റിങ്ങിൻ്റെ ഈ ഒരു എസ്സേ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ലെങ്ത് ആയിട്ട് പറഞ്ഞത്. ഇൻ കേസ് 2 മാർക്ക് 5 മാർക്ക് സെക്ഷനിലൊക്കെ ചോദിക്കാൻ അത്രയും കുറച്ചിട്ട് പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഡിപ്പെൻസ് അപ്പോൺ യു, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് എത്രത്തോളം എഴുതണം എന്നുള്ള രീതി, ആ രീതിയിൽ ചെയ്യാം. ദെൻ മാത്രവുമല്ല, ദെൻ ഈ ചെയ്ത വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്നൊരു വർക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ളൊരു അത് നമ്മൾ അറിയിക്കുകയാണെങ്കിൽ എത്രത്തോളം സന്തോഷമാണ്. സോ അത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ ഇതിൽ നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ടിൽ ദെൻ, goodbye and take care.